പാകിസ്ഥാൻകാരുടെ പ്രസംഗം കേട്ടല്ലോ, അവരുടെ ചീഫിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരെന്താ ബ്ലഡ് വെസൽ, ഇവിടുത്തെ ബ്ലഡ് വെസൽ എന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ, ഒരു മിലിറ്ററി ചീഫിന്റെ കയ്യിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ കോംപ്രമൈസ്? വാട്ട് ഈസ് ദ കോംപ്രമൈസ്? ഒന്നുമില്ല, നമ്മൾ ഔട്ട്റൈറ്റ് ആയിട്ട് ചെയ്യുക. കാരണം നമ്മളൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ രാജ്യമല്ല, ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാവണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി, അത്തരത്തിലുള്ള ആക്ഷൻ തീർച്ചയായിട്ടും വേണം. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് നടക്കും. ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് എവിഡൻസുകൾ കളക്ട് ചെയ്ത് ഒരു ബെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. ആ റിപ്പോർട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ ടെറർ ഫണ്ടിങ്ങും ടെറർ ബ്രീഡിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഈ പാകിസ്ഥാനിൽ, നമ്മളെ ബോർഡറിൽ, ആസാദ് കാശ്മീരിൽ ഇഷ്ടം പോലെ ടെറർ ബ്രീഡിംഗ് സെന്റേഴ്സ് ആണ്. ഈ ജെയ്ഷെ മുഹമ്മദിന്റെ അല്ലെങ്കിൽ ലഷ്കറുകാരുടെ ഒക്കെ അവരൊക്കെ ചെറുപ്പക്കാര് ഇങ്ങനെ ബ്രീഡ് ചെയ്യാണ്. ഈവൻ 2009 കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ പോയിരുന്നല്ലോ, നമുക്കറിയാലോ. അവരെ 4 പേര് മരിച്ചതാണ്. അത് ക്രോസ് ചെയ്യുമ്പോൾ മുമ്പ് 4 പേര് മരിച്ചതാണ്. ഒരാൾ രക്ഷപ്പെട്ട് മടങ്ങി വന്നതാണ്. അപ്പൊ അങ്ങനെ ബിൽഡിംഗ് സെന്റേഴ്സ് ഒരുപാട്. ഈ ബിൽഡിംഗ് സെന്റേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഈ ബിൽഡിംഗ് സെന്റേഴ്സിന് ഇനിയെങ്ങനെ ഒരു അറുതി വരുത്തണം. അതിനും കൂടി ഗവൺമെന്റ് തയ്യാറാവണം എന്നാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കാരണം വെച്ചാല് നമ്മുടെ ഏജൻസികള് എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് എല്ലാ പ്രാവശ്യം എല്ലാ റിപ്പോർട്ടും തയ്യാറാക്കിയിട്ട് നമ്മൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിലും UN മുന്നിലും ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. നമ്മുടെ ഈ പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ അവർക്ക് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങൾ വെച്ച് നമ്മൾ എത്രയോ കാലമായി തുടങ്ങിയിട്ട്, എന്നിട്ടും അവരിപ്പോഴും പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് അവരെ കശ്മീർ ബിലോങ്സ് ടു ദം, അതാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ബിൽഡിംഗ് ഹബ്സ് ഉണ്ട്. ഒരുപാട് ഈ ടെററിസ്റ്റുകളെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ആ സ്കൂൾസ് കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം തകർത്ത മാതിരി വീണ്ടും തകർക്കുന്നതിന് കഴിഞ്ഞാലും അത്ര ഇതൊന്നുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഡെഫിനറ്റ്ലി ആക്ഷൻ വേണം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇന്റലിജൻസ് ഒന്നും കൂടെ, കാരണം ഇതിൽ ചെറിയൊരു സ്ലാക്നെസ് ഉണ്ടായിട്ട് ഒരു ഡയല്യൂഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്റലിജൻസ് വിങ്ങിലും അല്ലെങ്കിൽ സെക്യൂരിറ്റി വിങ്ങിലൊക്കെ ഡയല്യൂഷൻ വന്നു പോകുന്ന ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാല് അതില് ഈ സമയത്ത് നോർമലൈസി വന്നു. 3-4 വർഷമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ജമ്മു ആൻഡ് കാശ്മീർ ഒരു നോർമലായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെക്യൂരിറ്റി ഏജൻസീസ് കയ്യിലും ഇന്റലിജൻസ് കയ്യിലും ചെറിയൊരു ഡയല്യൂഷൻ വന്നിട്ടുണ്ട്. അതാണ് നമുക്കൊരു നെഗറ്റീവ് പോയിന്റ്. അതും കൂടി ഈ സമയത്ത് നമ്മൾ അതും കൂടി കവർ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ആളുകളിൽ പാകിസ്ഥാൻമാർ ഒരു രാജ്യം നമ്മളോട് കളിക്കാൻ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.